നമ്മുടെയൊക്കെ പെരുന്നാളുകളാവുന്നത് ഇവരെ കണ്ടൊക്കെയല്ലേ. പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് എഴുത്ത് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പമുള്ള പെരുന്നാൾ ഫോട്ടോ പങ്കുവച്ചിട്ട് അദ്ദേഹം കുറിക്കുന്നത്, ഉമ്മയില്ലാത്ത ആദ്യ പെരുന്നാളിൻ്റെ വേദനയും പരിഭവവും, ഉള്ളിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഉമ്മയോടൊപ്പമുള്ള പെരുന്നാളുകളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളും ഓർമ്മകളൊക്കെയാണ്. നമ്മുടെ പെരുന്നാളുകളാവുന്നത്, പെരുന്നാളുകൾ മനോഹരമാകുന്നത് ഇവരിലൂടെയൊക്കെയല്ലേ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, സുഹൃത്തുക്കൾ ഇവരൊക്കെ കൂടുമ്പോഴല്ലേ പെരുന്നാളുകളാവുന്നത്. ഒരു ദിവസം ഇവരൊക്കെ ഇല്ലാണ്ടായാൽ പെരുന്നാളുകൾ എങ്ങനെയാണ് പെരുന്നാളുകളാവുന്നത്? അദ്ദേഹം തന്നെ പങ്കുവെക്കുന്ന ഒരു 4 ലൈൻ കവിത ഉണ്ട്. നിന്നെ ഓർക്കുമ്പോഴൊക്കെ ഒരു പുഞ്ചിരി എന്നെ കടന്നു പോകും, പെരുന്നാൾ പോലെയാണ് നീ, മറ്റുള്ളവരൊക്കെ വെറും നാളുകളും. നമ്മുടെയൊക്കെ പെരുന്നാളുകളാക്കുന്നത് ഇവരൊക്കെയാണ്. നമ്മൾ മറ്റൊരർത്ഥത്തിൽ കവിതയെ വായിച്ചാൽ, ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലമെന്ന് പറയുന്ന പോലെ ഇവരോടൊപ്പമുള്ള എല്ലാ നേരവും സമയവും എല്ലാ ദിവസവും നമുക്ക് പെരുന്നാളുകളാണ്. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, മരിച്ചവരേക്കാൾ കൂടുതൽ വേദനിക്കുന്നത്, അവരേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കാണെന്ന്. പ്രിയപ്പെട്ട ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, ആ കൂട്ടുകാരനില്ലാത്ത, വലിയമ്മയോ വലിയപ്പയോ ഇല്ലാത്ത എത്ര പെരുന്നാളുകൾ ജീവിച്ചിരിക്കുന്ന ഇവർക്ക് ആഘോഷിക്കേണ്ടി വരും. അത് വലിയൊരു ശിക്ഷയല്ലേ. മരിച്ചവരുടെ ഖബറിടം റബ്ബ് വിശാലമാക്കട്ടെ. ആമീൻ.